നമുക്ക് ഒരു ദിവസം ഇതിനകത്ത് വന്ന് കുളിക്കണം കേട്ടോ. ഇത്രയും നല്ല തോട് നമ്മുടെ ഇതിലേക്കൂടെ ഒഴുകുമ്പോ നമ്മളിങ്ങനെ വേറെ സ്ഥലത്തൊക്കെ പോയി ഓരോ ടൂറിനൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യം. എന്ത് രസാന്ന് നോക്കിയാ ഈ തോടൊക്കെ. ഇവിടെ നമുക്ക് വിശ്വസിച്ചൊക്കെ ഇരിക്കാൻ പറ്റും. ഇത് ശുദ്ധമായ വെള്ളം എല്ലാം കൊണ്ട് നല്ലൊരു എന്താ പറയാ, കണ്ടിരിക്കാൻ നല്ലൊരു സ്ഥലം അല്ലേ. നല്ല പ്രകൃതി ഭംഗി, എല്ലായിടത്തും പുല്ലും കിളികളുടെ ഒക്കെ സൗണ്ടും. ഓ എന്ത് രസാന്ന് നോക്കിയേ. ഈ സമയത്താണ് നമ്മൾ കുറച്ച് കപ്പയും കുറച്ച് മീൻകറിയൊക്കെ കൂട്ടി ഇവിടെ ഇരുന്ന് കഴിച്ച് നമ്മളിങ്ങനെ ആസ്വദിക്കേണ്ടത്. മാവുണ്ട്, കൊടംപുളി ഉണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. നമുക്ക് കുറച്ച് കപ്പയും മീൻകറിയും കൂടി കഴിച്ചാലോ? അടിപൊളിയായി. അതൊന്ന് എടുത്തിടുക, മീൻകറിയും കപ്പയും. നല്ല നാടൻ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് കഴിക്കാനായിട്ട്. ഇതിനകത്ത് പച്ചമുളക്, എന്റെ വീട്ടിലുണ്ടായ നാടൻ മത്തങ്ങ മുളകാണ് ഇതിനകത്തിട്ടേക്കുന്നത്. ചുവന്നുള്ളി ഉണ്ട്, നല്ല തേങ്ങ ചെറുകിതിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടുണ്ട്. നാടൻ മുളകാ. ഈ കിഴങ്ങില്ലേ, എന്റെ അപ്പുറത്തുള്ള വർഗീസന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തു കൊണ്ടുവന്നതാ. നല്ല ഫ്രഷ് കപ്പയാണിത്. നല്ല രസമുണ്ട് കേട്ടോ. ഓ നീ ആ മീൻകറി കുറച്ചും കഴിച്ചു. ഓ ഇത് മീൻകറിയുടെ ഇത് എന്തെന്നടി, എന്ത് മീനത്? ഒന്നല്ലേ, നീ എനിക്ക് സമയമില്ല, നീ വേഗം കഴിച്ചേ. എനിക്ക് മീൻകറി കണ്ടിട്ട് കൊതിയായിട്ടില്ല. ഓ അടിപൊളി മീൻകറിയാണുള്ളത്. ഇത് എന്ത് മീനാന്നടി പറഞ്ഞേ? കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ മേടിച്ച കേരക്ക് ഒരു ടേസ്റ്റ് ഉണ്ടായില്ലല്ലോ. പക്ഷെ ഇത് നല്ല സൂപ്പർ കറിയാണുള്ളത്. നീ കുറച്ച് കഴിച്ചു നോക്കിയാ എന്താ രസം. നമ്മൾ എവിടെയൊക്കെ മലയാളികൾ എവിടെ പോയാലും ഉണ്ടല്ലോ, നമ്മുടെ ഈ കപ്പയും മീൻകറി അതൊരു എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണ്. നീ എടുക്കടി, മീൻ എടുക്കടി. പണ്ടത്തെ കാര്യം ഓർമ്മ വരാ. ഇങ്ങനെ ശരിയാണ്. പാടത്തേക്ക് കഞ്ഞി തന്നയക്കും കൊയ്യണവർക്ക്. അവരുടെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിച്ചാലാ നമുക്കൊരു തൃപ്തിയുള്ളൂ. നമ്മുടെ കഞ്ഞി കൂടി അവരുടെ കൂടെ കൊണ്ടുപോകാൻ. എന്റെ കുട്ടിക്കാലത്തും അതെ, ഞാനും പാടത്ത് പോകും. അപ്പൊ നമ്മള് പാടത്ത് ചെന്നിരുന്ന് കൊയ്ത്തുകാരുടെ ഒപ്പം ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. ചമ്മന്തി ആയാലും മതി, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പേരുണ്ടാവും, ചമ്മന്തി ഉണ്ടാവും, ഉണക്കമേനുണ്ടാവും. അന്നാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നുണ വയറുവാനൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ പോകാണ്ടിരിക്കും കൊയ്ത്തുകാലത്ത്. എന്തിനാന്നറിയാമോ? പാടത്ത് ചെന്നിരിക്കാനായിട്ട്. ഈ മുളകിന് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ അമ്മയുണ്ടല്ലോടി, കുട്ടിക്കാലത്തുണ്ടല്ലോ ഇതുപോലെ കപ്പയൊക്കെ നല്ല പച്ചമുളകും തേങ്ങയും ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഇങ്ങനെ പുഴുങ്ങിയും കൊണ്ട് മീൻകറിയും കൂടി വെച്ചിട്ട് ഞങ്ങക്ക് കഴിക്കാൻ തരും. പക്ഷെ ഇപ്പൊ എന്റെ അമ്മയൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ മീൻകറിയൊക്കെ ഇടയ്ക്കെടുത്ത് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കത്. ഓർമ്മയൊക്കെ വരും. എന്റെ അമ്മേന്റെ ഓർമ്മ എനിക്ക് വരും. ഇന്ന് എന്റെ അമ്മ മരിച്ച ദിവസമാണ് ഇന്ന്. എന്റെ അമ്മക്ക് ചക്കപ്പുഴുക്കാണ് കൂടുതൽ ഇഷ്ടം. എന്റെ അമ്മ മരിച്ച ദിവസം ആയതുകൊണ്ട് എനിക്ക് എന്റെ ആഗ്രഹം ഇതുപോലുള്ള കറി ഉണ്ടാക്കി ഇതുപോലുള്ള ഈ പാടത്ത് വന്നിരുന്ന് കഴിക്കണമെന്ന്. അമ്മ ഞങ്ങൾക്ക്, അമ്മ മരിച്ചിട്ട് ഇപ്പൊ 5-10 വർഷമൊക്കെ ആയി. പക്ഷെ ഇതൊക്കെ എടുക്കുമ്പോഴാ എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മകൾ വരുന്നത്. അമ്മ തന്ന ടേസ്റ്റ്, അമ്മയുടെ സ്നേഹം, എല്ലാനും. അമ്മ ഉണ്ടാക്കിയ കറികൾ കണ്ടുപഠിച്ച ഞങ്ങൾ ഇങ്ങനെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ഇത്ര ടേസ്റ്റ് ആയിട്ട് ഒരു ചെറിയ സാധനം കിട്ടിയാലും എന്റെ അമ്മ അത് ഭയങ്കര ടേസ്റ്റിൽ വെക്കും. എന്റെ അമ്മക്ക് ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ കൊറേ ചക്കകള്, പിന്നെ കിഴങ്ങും ഭയങ്കര ഇഷ്ടാട്ടോ. കിഴങ്ങ് ഇതേപോലെ പുഴുങ്ങും. പക്ഷെ അങ്ങനെ പച്ചമുളകും ഉള്ളി ചതച്ചിട അങ്ങനെയൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിക്കും, തേങ്ങയൊക്കെ. വെളിച്ചെണ്ണ ഒഴിച്ചാലും ചക്കയ്ക്ക് ഭയങ്കര ടേസ്റ്റാ. കിഴങ്ങിലായാലും ഇങ്ങനെ കിട്ടും. മീൻകറിയൊക്കെ ഉണ്ടാക്കി. അന്ന് എല്ലാവർക്കും വെളിച്ചെണ്ണ ഇതൊന്നും വാങ്ങിക്കാനൊന്നും അത്ര പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ വെറുതെ ചക്ക പുഴുങ്ങിയാലും അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. വേണ്ട, മതി, എനിക്ക് മതി. നിന്റെ ഇട്ടാ കറിക്കൊക്കെ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്ന് നമ്മൾ കഴിക്കുന്നതുണ്ടല്ലോ, അത് നമുക്കൊരു പ്രത്യേക സുഖാണത്.
കഴിക്കണം. നമ്മളെന്തിനാ വേറെ സ്ഥലത്തൊക്കെ ടൂറും അതിനൊക്കെ പോണേ? നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കൂടി ഇവിടെ വന്നിരുന്ന് ഈ ഇതുപോലുള്ള ഈ കൊച്ചരുവിയുടെ തീരത്തൊക്കെ വന്നിരുന്ന് നമ്മൾ ഇതുപോലെ കഴിക്കുക, അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുക. നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ അത്. എടി നീ കുറച്ച് കട്ടൻ ചായ എടുക്കടി. ആ കട്ടൻ ചായ എടുത്ത് ഇതിന്റെ കൂടെ കുറച്ച് കട്ടൻ ചായയും കൂടി വന്നാലല്ലേ. ഗ്ലാസ് ഉണ്ട് അതിന്റെ കയ്യില്, അതെടുത്ത് ഞാൻ എടുക്കാം. അത് മതി. മീൻകറിയും കപ്പയും കട്ടൻ ചായയും അടിപൊളി, സൂപ്പർ കോമ്പിനേഷനാ. നമുക്ക് മറ്റേ നമ്മുടെ കുടുംബശ്രീകാരൊക്കെ വിളിച്ചിട്ട് ഇവിടെ വന്നിരുന്നു. അതെ, നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിട്ട് നമുക്ക് ഇവിടെ നമുക്ക് അടിച്ച് പൊളിക്കണം. ഓക്കെ, നമ്മുടെ അമ്മമാര് നമുക്ക് പകർന്നു തന്നേക്കണ സ്നേഹം അത് നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് നമുക്കൊരു ദിവസം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ വന്നിരിക്കട്ടാ. ഓക്കെ. അതെടുത്തിട്ട് പോയത് നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ എന്തോരം കിട്ടുകൊടുത്ത് കളിച്ചേക്കണതല്ലേ.